ഹായ് നമസ്കാരം. അസീ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ കാണുന്നത് എന്താണ്? കുറച്ച് ബോളുകള്, കുറച്ച് തുണിക്കഷ്ണങ്ങള്. ഇനി എന്താ വരാൻ പോകുന്നത്? ബ്ലൗസിൽ ബോൾ വെച്ചിട്ട്, നെക്കിൽ ബോൾ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്കിന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കൊള്ളണേ. നമുക്ക് ബോള് ഫാബ്രിക്കിലെ തുണിയുടെ കഷ്ണം ചതുരത്തിൽ വെട്ടിയിട്ട് അതില് ബോള് കെട്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ചിങ്ങിലേക്ക് കൊടുക്കും. അതിനുശേഷം അത് നെക്കിൽ വെച്ച് പിടിപ്പിച്ച് നെക്കിന്റെ പീസ് അടിച്ചു മറിക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഏകദേശം മെഷീനിൽ അടിച്ചു കഴിയാതായി. നമുക്കത് പൂർത്തിയായിട്ട് കാണാം. ഇതേ ബോള് തെർമോക്കോൾ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് കിട്ടുന്നതാണ്. 20 രൂപയാണ് വില. ചെറുതും വലുതും ഉണ്ട്. ചെറുതായിട്ട് വെക്കുന്നതിനുണ്ടാവും, വലുതും ഉണ്ടാവും. അപ്പൊ അത് വലുത് വെക്കുകയാണെങ്കിൽ വലുത് മാത്രം വെക്കുക, ചെറുത് വെക്കുകയാണെങ്കിൽ ചെറുത് മാത്രം വെക്കുക. അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. നെക്കിലെ റൗണ്ടിൽ വെച്ച് കഴിഞ്ഞു, ബോൾ വെച്ച് കഴിഞ്ഞു. ഇനി അതിന്റെ ആ ബോൾ കെട്ടിയിട്ടുള്ള ആ തുണിയുടെ വശമെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ്. ബോള് വെച്ച് റെഡിയായി. റൗണ്ടില്, നെക്ക് റൗണ്ടിലാണ് കുറച്ചുകൂടെ ഭംഗിയായിരിക്കുക. നെക്ക് റൗണ്ടില് ബോള് വെച്ച് റെഡിയായി. ഇനി ഉള്ളിലേക്കുള്ള പാച്ച് വെക്കുന്നതാണ് ചെയ്യുന്നത്. ഉള്ളിലേക്കുള്ള പാച്ച് നല്ല വശത്തിൽ നിന്ന് ഉള്ളിലേക്കാണ് ഹെമ്മിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെക്കുന്നത്. പക്ഷെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിംഗിൾ പ്രഷർ പൊട്ടറാണ് ഇട്ടിരിക്കുന്നത്. പ്രഷർ പൊട്ടർ എന്ന് പറഞ്ഞാൽ ചവിട്ടിയാണ്. ചിലർക്ക് പ്രഷർ പൊട്ടർ എന്ന് പറഞ്ഞാൽ അറിയില്ല. പ്രഷർ പൊട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തയ്ക്കുന്നതിന്റെ ഓരോ ഭാഗങ്ങൾ ലെഫ്റ്റ് റൈറ്റ് മാറ്റിയിടാനുള്ള ചവിട്ടി കിട്ടും, മേടിക്കാൻ കിട്ടും. നോക്കൂ, ബ്ലൗസിൻ്റെ ഫ്രണ്ട് സൈഡ് ശരിയായി. ബോൾ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. ഞാൻ പറയായിരുന്നു ഇതുപോലെ ഫ്രോക്കിലോ അതുപോലെ മാക്സിയിൽ വരെ ചെയ്യാം. ഫ്രണ്ട് സൈഡിൽ ലേസ് വെക്കുന്നതിന് പകരം തുണിയിൽ ഇതുപോലെ വേറെ കളർ തുണിയാണെങ്കിൽ പാൻറ്റിന്, ഇപ്പോൾ ചുരിദാറിനാണെങ്കിൽ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ തുണി കൊണ്ട് ഇതുപോലെ ഡിസൈൻ ചെയ്യാം. ചില ഭാഗത്തൊന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. കൂടുതൽ ലേസുകളൊക്കെ ഇറങ്ങിയപ്പോൾ, ബീഡ്സ് വർക്കുകളൊക്കെ ഇറങ്ങിയപ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നിങ്ങളെല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ബാക്കിലും ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്കാണ് നമ്മൾ നേരത്തെ പൂർത്തിയായിട്ട് കണ്ടത്. ബാക്കോടെ ചെയ്യുന്നുണ്ട്. സിപ്പ് ഒന്ന് നോട്ടെ, ഇൻവിസിബിൾ സിപ്പ്. ഒരു സിപ്പ് ഉണ്ടെന്ന് തന്നെ അറിയുന്നില്ല ബ്ലൗസിന്റെ. നോക്കൂ, അടച്ചോളൂ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ബബിൾ വെച്ചിട്ടുള്ള, അതായത് ബോൾ വെച്ചിട്ടുള്ള, നെക്കിൽ ബോൾ വെച്ചിട്ടുള്ള ബ്ലൗസ് മുന്നൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഈ ഇടയായിട്ട് കൂടുതൽ കാണാറില്ല.
പക്ഷേ ഇത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ ഉണ്ടാക്കിയതാണ്. വളരെ സിമ്പിളായിട്ടുള്ള 20 രൂപയുടെ ബോൾ ഇങ്ങനെ ബബിൾ മേടിച്ചിട്ട് അത് തുണിയിൽ പൊതിഞ്ഞ് അങ്ങനെ നെക്കിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയാണ്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. തയ്യലറിയാവുന്നവരെല്ലാം ചെയ്തു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടൺ അമർത്തിയ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബൈ.